നമ്മുടെ ഈ ഓസ്ട്രേലിയക്ക് എതിരെയുള്ള ടീമിനെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു ഏകദിനത്തിലെ. അതിൽ സഞ്ജു സാംസൺ ഇടം കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ഒരു വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ പരമ്പരയ്ക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ പരമ്പരയിൽ രണ്ടുപേർ കളിക്കാനെത്തുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ഒരു ദീർഘനാളത്തിന് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയ വാർത്ത. ഒരു 3 മത്സര പരമ്പരയാണ് ഈ ഉള്ളത്. പക്ഷേ 2020 ലോകകപ്പ് വരുന്നതിനോട് മുന്നോടിയായുള്ള ഈ ഏകദിന പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല പലരും. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ നിന്നും 2020 ടീമിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലിയും ഒപ്പം തന്നെ രോഹിത്തും ഇനി കളിക്കുക ഈ ഫോർമാറ്റിൽ മാത്രമാണ്. ഒപ്പം തന്നെ എസ്കൈൻ ചോദിച്ച പോലെ തന്നെ സഞ്ജുവിനെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് പരിഗണിച്ചേക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.